ഡോക്ടർ ജയരാജ്, അതിരൂക്ഷമായിരുന്നു ഷാജി പാണ്ഡ്യാലയുടെ വിമർശനങ്ങൾ. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ചൂണ്ടിക്കാട്ടിയതും ആ ഒരു ശൈലിയെക്കുറിച്ചാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് നേതൃത്വത്തെ എതിർത്താൽ, അധികാര കേന്ദ്രത്തെ എതിർത്താൽ പിന്നെ ഉണ്ടാകുന്ന പരാമർശം, അങ്ങ് പറയുന്ന വിമർശനം എന്ന് പറയുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള ഭാഷയാണ്. നോക്കൂ, വളരെ വലിയ പ്രത്യയശാസ്ത്രപരമായ ഭിന്നതയെക്കുറിച്ച്, രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ച്, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട ലൈനിനെക്കുറിച്ച് ഒക്കെ ഭിന്നതയുണ്ടായപ്പോൾ ഒരു സംഘം ഇറങ്ങിപ്പോയി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്. അന്നു തൊട്ടിങ്ങോളം അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നത് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നതാണ്. ഈ ഭാഷ ഉപയോഗിക്കുന്നത് ഏത് ശൈലിയുടെ ഭാഗം, എന്നു മുതൽ, ആര് കാരണം? ഡോക്ടർ ജയരാജ്. ഇതിനകത്ത് ഈ ഒരു വാക്ക് മാത്രമല്ല, പലപ്പോഴും ഈ പല രാജ്യങ്ങളിൽ, ഇപ്പോൾ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകളൊക്കെ ജോലിക്ക് പോകുന്നു, ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരൊന്നും മുഴുവൻ സമയ പ്രവർത്തകരായാലും ജോലിക്കൊന്നും പോകുന്നില്ല എന്നുള്ളവരെയൊക്കെ പരാന്ന ഫൗജികൾ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് സമ്മേളനങ്ങളിൽ. അപ്പോൾ അതിനൊക്കെ കൃത്യമായ മറുപടിയും നൽകാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് കുറുപ്പിനെയും സഖാവ് പിരപ്പൻകോട് മുരളിയെയും നമുക്ക് വൗച്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരെയും. ഇതിനകത്ത് നടന്നിട്ടുള്ള എന്താണെന്ന് അറിയാതെ നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്, നേരത്തെ VSൻ്റെ സന്തത സഹചാരിയായിരുന്ന അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി നേരത്തെ പറഞ്ഞതുപോലെ നമുക്കതിനെക്കുറിച്ച് ആധികാരികമായ ഒരു അഭിപ്രായം പറയാനായിട്ട് ഇല്ല. പിന്നീട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഞാനൊരു മനഃശാസ്ത്രാധ്യാപകനും മനഃശാസ്ത്രജ്ഞനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ മനോരോഗങ്ങളുടെ പേര് ശ്രീ പാണ്ഡ്യാല ഷാജിയുടെ പരാമർശിച്ച് ഞാൻ കേട്ടു. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വ്യക്തമായില്ല. അദ്ദേഹം നെക്രോഫോബിയാണോ നെക്രോഫീലിയാണോ എന്തൊക്കെ? ശ്രീ ഷാജി പാണ്ഡ്യാല, അതൊന്ന് വ്യക്തമാക്കാമോ? അങ്ങ് പറഞ്ഞ അസുഖത്തിന്റെ പേരൊന്ന് വ്യക്തമാക്കാമോ? വളരെ കൃത്യമായി മറുപടി പറയട്ടെ. പ്രൊഫസർ ജയരാജ്, ഞാൻ പറഞ്ഞത് നെക്രോഫീലിയാണ്. നെക്രോഫീലിയ രോഗത്തിന്റെ ലക്ഷണങ്ങളുണ്ട് എന്നാണ് ഞാൻ ആണെന്ന് പറഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ സാധ്യമല്ലാന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു ഉദാഹരണവും കൂടിയാണ് ഞാൻ. അതിന് മുൻപായിട്ടാണ് ഞാൻ 51 വെട്ടുവെട്ടി തറച്ച് മുറിച്ചിട്ടിരിക്കുന്ന നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന കൊലപാതകത്തിന്റെ പൊതുഘടന എടുത്താൽ മതി. ആ ഘടന മുഴുവൻ തന്നെ ഒരു മനുഷ്യന്റെ ജൈവഘടനയെ കംപ്ലീറ്റ് ഡിസ്ട്രക്ട് ചെയ്ത് കളയുന്ന സംഭവമാണ് ഈ കൊലപാതകത്തിന്റെ മുഴുവൻ തന്നെ. അത്തരം ഒരു കൊലപാതകം നടത്താൻ മാത്രം ഉണ്ടായ ഒരു ക്രിമിനൽ ബെൻഡ് ഓഫ് മൈൻഡ്, ആ മൈൻഡാണ് അയാളുടെ ഭാഷയും. ആ ഭാഷയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് എറിക് ഫ്രോം വളരെ ഭംഗിയായി എറിക് ഫ്രോം ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഡിസീസസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്തും അതിനെ മറ്റു രീതിയിൽ വിശദീകരിക്കുന്ന നേരം സെയിൻ സൊസൈറ്റി എന്ന് പറയുന്ന എറിക് ഫ്രോമിന്റെ വർക്കിനകത്തും ഇത് വളരെ വ്യക്തമായി അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് പ്രൊഫസർ ജയരാജ് സംസാരിച്ചതിന് ശേഷം സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അത് സംസാരിക്കും. തുടരാം ഡോക്ടർ ജയരാജ്. അതിനകത്തൊരു ക്ലാരിഫിക്കേഷനോടെ വരുത്താനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എറിക് ഫ്രോമിൻ്റെ ഇത് വെച്ചിട്ടല്ല നമ്മൾ മനോരോഗത്തിനെ നിർണ്ണയിക്കുന്നത്. മനോരോഗത്തിന് നിർണ്ണയിക്കുന്ന ഈ ഒരു കാര്യം എനിക്ക് ക്ലാരിഫൈ ചെയ്യുന്ന കാര്യമുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ അബദ്ധം വീണ്ടും എവിടെയെങ്കിലും ഇരുന്ന് പൊതു ചർച്ചയാണ്, ആളുകൾ കാണുന്നതായതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഒന്ന്, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് DSM എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെയും. പിന്നീട് അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പുസ്തകമുണ്ട്, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞത്. ഇതിനകത്ത് രണ്ടിനകത്തും നെക്രോഫീലിയ എന്ന് ഇദ്ദേഹം പറയുന്ന കാര്യത്തിൻ്റെ അർത്ഥം ശവഭോഗം എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശവഭോഗം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ശവഭോഗി എന്നാണോ ഉദ്ദേശിച്ചതെന്നുള്ളതൊന്ന് ക്ലാരിഫൈ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതും ഈ കില്ലിംഗ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ക്രിമിനൽ മെൻറ്റാലിറ്റി എറിക് ഫ്രോം ഒരു എസ്സൈസ്റ്റ് ആണ്. എറിക് ഫ്രോം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ശരി, തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്കൊരു വേണമെങ്കിൽ ഒരു ചർച്ച ഇതേക്കുറിച്ച് കാണാം. പിന്നെ രണ്ടാമത്തെ ഞാൻ പറയട്ടെ രണ്ടാമത്തെ കാര്യം, പിന്നെ ഇത് പ്രത്യയശാസ്ത്രപരമായിട്ട് യാതൊരു ബോധവുമില്ല. പ്രത്യയശാസ്ത്രത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് അറിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി പരിപാടിയും ഘടനയൊന്നും അറിയില്ല. അങ്ങനെ ഒരാൾ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. എന്തൊരു വിരോധാഭാസം. അപ്പം ഇടയ്ക്ക് പാണ്ഡ്യാല ഷാജിക്ക് സമയം കിട്ടുവാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു ക്ലാസ് എടുത്തു കൊടുത്താൽ നന്നായിരിക്കും. കാര്യം അദ്ദേഹം പറഞ്ഞ ഈ വരട്ട് തത്വവാദങ്ങളൊക്കെ അദ്ദേഹത്തിനൂടെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ
കുറേ കൂടെ വളരെ നല്ലൊരു കിനാശേരി നമുക്ക് സ്വപ്നം കാണാമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു പറഞ്ഞ എത്ര നമ്മൾ ചെകുത്താൻ വേദപുസ്തകം വായിക്കുന്നു എന്നൊക്കെ പറയുന്ന കണക്കല്ലാണ്. 257 സഖാക്കളെയാണ് പല രീതിയിൽ വെട്ടിക്കണ്ടിച്ച് തുണ്ടമാക്കിയിട്ട് CPM സഖാക്കളെ BJP പ്രവർത്തകർ കേരളത്തിൽ കൊന്നിരിക്കുന്നത്. അതിൻ്റെ കണക്കുകൾ ആ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു കിടപ്പുണ്ട്. അതെടുത്ത് വെച്ച് വേണേൽ വായിക്കാം. അവരാണ് ഈ ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ ഈ 51 വെട്ടെന്ന് വന്നിട്ടുള്ള കാര്യം പറയുന്നത്. ഇത് പറയുമ്പോൾ സ്വന്തം നമ്മൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ നമുക്ക് നേരെയാണ് ചൂണ്ടപ്പെടുന്നതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ല എന്നുള്ളതാണ്. കൊല്ലിനും കൊല്ലയ്ക്കൊന്നും ആരും അതവിടെ നിൽക്കട്ടെ. പിന്നെ രണ്ടാമത് ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. ഡോക്ടർ ജയരാജ് ഇപ്പോഴും അങ്ങ് ഉത്തരം പറയുന്നില്ല. ഡോക്ടർ ജയരാജ് പാർട്ടിയിലെ സമ്മേളനങ്ങൾ ഉയരുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി, ഒടുവിൽ പാർട്ടി എടുക്കുന്ന ഒരു പൊതുനയം, ഇതൊക്കെയാണ് അങ്ങ് പറയാൻ ശ്രമിച്ചത്. ഞങ്ങൾ ഇതൊക്കെ വായിച്ചിട്ടൊക്കെ ഉള്ളതാണ്. പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി നയത്തിൽ ഒരു മാറ്റം വരുത്തണം എന്ന പാർട്ടി വേദിക്കുള്ളിൽ പാർട്ടി കമ്മിറ്റിയിൽ ഒരു ബദൽ രേഖ അവതരിപ്പിച്ചു എന്നൊരു പാതകമാണ് MV രാഘവൻ എന്ന അന്നത്തെ ജനപ്രിയ നേതാവ് ചെയ്തത്. ഈ പാർട്ടിയിൽ ഉള്ള അന്നത്തെ സജീവമായിരുന്ന എല്ലാ നേതാക്കൾക്കും അറിയാവുന്നൊരു രഹസ്യമാണ് ശ്രീ EK നായർ അവസാന നിമിഷം വരെ ശ്രീ MV രാഘവനൊപ്പമായിരുന്നു എന്നുള്ളത്. അത് പോട്ടെ, അത് പാർട്ടിക്കാരും. ഒടുവിൽ പാർട്ടി അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. മുസ്ലിം ലീഗിനെ അടക്കം ഒപ്പം കൂട്ടി നമുക്ക് ഭരണം പിടിക്കേണ്ടേ എന്നുള്ളത്. അതിശക്തമായ എതിർപ്പ് വന്നു. MV രാഘവൻ അതിൽ ഉറച്ചു നിന്നു. MV രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയോ പാർട്ടി പുറത്താക്കുകയോ അതിനുശേഷം പാർട്ടി വിമർശിക്കുകയോ ചെയ്ത ഒരു നേതാവിനെ കണ്ണൂരിൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് അടക്കം അന്നത്തെ അടവുകൾ പറഞ്ഞുകൊടുത്ത ആശാനെ നിയമസഭയിലിട്ട് മർദ്ദിക്കുകയും ചവിട്ടുകയും കൂത്തുപറമ്പിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലിറങ്ങുമ്പോൾ ഇവിടെ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറയുകയും, ഇത് തേർഡ് പാർട്ടി വിവരണമല്ല ഡോക്ടർ ജയരാജ്, ഞാൻ സാക്ഷിയാണ്. നാട്ടിലിറങ്ങാൻ കൂത്തുപറമ്പിൽ കയറാൻ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസ് അദ്ദേഹത്തെ ഉപദേശിച്ചു, സംഘർഷമാണ്, പോകരുത്. അന്ന് MV രാഘവൻ പറഞ്ഞ എന്താണ്? ഇന്ന് ഇവിടെ ഇറങ്ങരുതെന്ന് പറയും, നാളെ എൻ്റെ വീട്ടിൽ കയറരുതെന്ന് പറയും, മറ്റന്നാൾ എൻ്റെ തറവാട്ടിൽ കയറരുതെന്ന് പറയും, പറ്റില്ല എന്ന് പറഞ്ഞ് MV രാഘവൻ പോയപ്പോൾ എന്താണ് പാർട്ടി ചെയ്തത്? എന്ത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയോ പരിയാരം മെഡിക്കൽ കോളേജിനെതിരെയോ? എന്നിട്ട് ആ പാർട്ടി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? എന്റെ പൊന്ന് ജയരാജ് സാർ, ഈ പറഞ്ഞത് എന്തിനെതിരെയായിരുന്നു സമരം? കരുണാകരന്റെയും MVRന്റെയും പേരിൽ, അതിന്റെ പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയതിന്റെ പേരിലാണ് അത് സ്വാശ്രയ കോളേജുകൾക്കെതിരെയുള്ള സമരമായിരുന്നില്ല. ശരി, അപ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കുമോ പാർട്ടി? അതാണ് ചോദിച്ചു വന്നത്. അങ്ങ് പ്രത്യയശാസ്ത്രത്തെ കുറിച്ച്, പാർട്ടി സമ്മേളനങ്ങളെ കുറിച്ച്, പാർട്ടി സമ്മേളനം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ചോദ്യം പൂർത്തിയാക്കട്ടെ. അങ്ങ് മറുപടി പറയുന്നില്ല. പകരം അങ്ങ് ക്ലാസ് എടുക്കുകയാണ്. പാർട്ടി സമ്മേളനങ്ങളിൽ ഇങ്ങനെയാണ്, പാർട്ടിയിലെ ചർച്ച ഇങ്ങനെയാണ്, പാർട്ടിയിലെ വിമർശന രീതി ഇതാണെന്ന്. ചോദിച്ചത് വിമർശനം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നാണോ? ആ ഭാഷയാണോ പാർട്ടി വേദികളിൽ ഉയരുന്നത്? ഞങ്ങൾക്കറിയില്ല സർ, പറഞ്ഞു തരണം. ഈ ഒരു വാക്ക് ഉപയോഗിച്ചോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് ആധികാരികമായി യാതൊരു രേഖയും ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആധികാരികമായി യാതൊരു രേഖയും ഇല്ല, അതിനെക്കുറിച്ച് റെക്കോർഡിംഗ് ഇല്ല, അതിനെക്കുറിച്ചുള്ള എഴുത്തുകുത്തുകളില്ല. അതിനെക്കുറിച്ച് 4 നേതാക്കന്മാർ 2 പേര് നിഷേധിച്ചും 2 പേരെ അനുകൂലിച്ചും പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് ധാരാളം നമുക്കൊന്നും അറിയില്ല. ഈവൻ VSന്റെ സന്തത സഹചാരിയായിരുന്ന പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ആൾ വരെ വന്ന് പറഞ്ഞത് എന്താണ്? എനിക്കറിയില്ല, എന്നോട് ഇത്തരം കാര്യങ്ങൾ പറയാറില്ല. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. അത് കഴിഞ്ഞുള്ള പൊതുസമ്മേളനത്തിൽ VS നടത്തിയ പ്രസംഗം അദ്ദേഹം ചൂണ്ടിക്കാട്ടി, ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്, തൂക്കുകയറിനെ പേടിച്ചിട്ടില്ല, പിന്നെയാണോ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് VS പറഞ്ഞത്? ഇതുകൊണ്ടായിരിക്കാമെന്നും സുരേഷ് പറഞ്ഞു. അത് സുരേഷിന്റെ ഒരു മാന്യതയായിരിക്കാം. അതല്ലെങ്കിൽ സുരേഷ് കുറച്ചുകൂടി തുറന്നു പറയാൻ, ഇപ്പോൾ എഡിറ്റേഴ്സ് ചോയ്സിൽ തന്നെ പറഞ്ഞല്ലോ, സുരേഷിന്റെ പുസ്തകം വരുന്നുണ്ട്, അതിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന്. ശരി, അത് വരുമ്പോൾ അങ്ങ് മറുപടി പറഞ്ഞാൽ മതി.